ഹലോ ഫ്രണ്ട്സ്, DMF കൊച്ചിയുടെ പുതിയൊരു വീഡിയോയിലുള്ള എല്ലാവർക്കും സ്വാഗതം. എന്നുവെച്ചാൽ DMF കൊച്ചി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം ആൾക്കാർ പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഫ്ലൈൻ മീറ്റപ്പും അതുപോലെ തന്നെ ഹാക്കത്തോൺസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഇങ്ങനെയുള്ള ഫ്രീലാൻസേഴ്സിനെ എംപവർ ചെയ്യുക, അതേപോലെ ബാക്ക് എൻഡ് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. പിന്നെ നോളജ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് സെയിം ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അവരെങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്, അവരുടെ പ്രൊഫഷൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അവർ എന്തൊക്കെ ഓട്ടോമേഷൻ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, ഈസി ആയിട്ട് എങ്ങനെ പുതിയ ടൂൾസും അതുപോലെ തന്നെ പുതിയ ഇൻഫർമേഷനും കിട്ടുമ്പോൾ നമുക്കും അതിലൂടെ എംപവർ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. നമുക്ക് കൂടുതൽ പിന്നെ ക്ലയൻസുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത്, അവരുടെ പ്രൈസിങ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ഈ പ്രൈസിങ്. എങ്ങനെ പറയും, എന്നെ വിളിക്കുന്ന മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഈ പ്രൈസിങ്, ഈ കസ്റ്റമേഴ്സിന്റെ പ്രൈസിങ് പറയുന്നത് എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം നമുക്കറിയാൻ വേണ്ടി എനിക്കും എൻ്റെ കയ്യിൽ ഇൻഫർമേഷൻസ് കുറവാണ്. ഇപ്പം പലരുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇൻഫർമേഷൻസ് ഗ്രാബ് ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷനിലൂടെ എത്താൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക, ഇതുമായിട്ട് ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇതിലോട്ട് ആൾക്കാരെ എടുക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഫുൾ ടൈം ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇത് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ, അവരെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ഹെൽപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പാർട്ട് ടൈം ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഈ ഒരു പ്രൈസിങ് ഒക്കെ താത്തുന്നതുകൊണ്ട് തന്നെ ഇവർക്കാണ് ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത ഔട്ട്പുട്ടാണ് ബിസിനസ്സുകാർക്ക് ഇങ്ങനെയുള്ള പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റിങ്, ഫോട്ടോ എഡിറ്റിങ്, ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പിന്നെ കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പം ഇതൊരു നല്ലൊരു എന്ന് വെച്ചാൽ ആർക്കും ചെയ്യാവുന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ചുകൂടെ മേളിലോട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന പ്രൊഫഷനായിട്ട് ചെയ്തിട്ടുള്ള, എന്ന് വെച്ചാൽ മറ്റ് ജോബൊന്നും ഇല്ല, ഇതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും എംപവർ ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് കൂടുതലും ഗ്രാബ് ചെയ്ത് പ്രോപ്പറായിട്ട് നല്ലൊരു ഔട്ട്പുട്ട് ബിസിനസ്സുകാർ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്തായാലും ഇതുപോലെ ഈ ഒരു ചാനൽ, ഇൻസ്റ്റാഗ്രാമിൽ ചാനലുണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ഇതിൽ ഇടുക. എന്ന് വെച്ചാൽ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് ആൾക്കാരെ കയറ്റുന്നതും. ഇതിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഫ്രീലാൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു ഗ്രൂപ്പിലുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ടെക്നോളജി ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു പിന്നെ പ്രൊഫഷനിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയും നമുക്ക് കൂടുതൽ ഗ്രോ ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.